വഖഫ് നിയമ ഭേദഗതിയിൽ ഭാഗിക സ്റ്റേ. ഹർജിക്കാർ ഉന്നയിച്ച പ്രധാന വാദങ്ങൾ അംഗീകരിച്ച കോടതി. വഖഫ് ബോർഡിൽ 3-ൽ കൂടുതൽ അമുസ്ലിമായവർ പാടില്ലെന്ന ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. 5 വർഷത്തോളം മുസ്ലിം ആയിരിക്കണമെന്നില്ല. അന്വേഷണം നടക്കുമ്പോൾ വഖഫ് ഭൂമി അല്ലാതെയാകുമെന്ന വ്യവസ്ഥയ്ക്കും സ്റ്റേ. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർക്കും ആശ്വാസകരമാകുന്ന വിധിയെന്ന സമസ്ത അഭിഭാഷകൻ സുൽഫിക്കർ അലി പ്രതികരിച്ചു. വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, സുപ്രധാനമായ ഒരു ഇടക്കാല വിധി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വഖഫിൽ ഭാഗിക സ്റ്റേ വന്നിരിക്കുന്നു. പൂർണ്ണമായും സ്റ്റേ ഇല്ല, ചില വ്യവസ്ഥകൾക്ക് മാത്രമാണ് സ്റ്റേ. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശ്രീകാർത്തിക, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹർജിക്കാർ ഉന്നയിച്ച സുപ്രധാന കാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിർണായക വിധി ഉണ്ടായിരിക്കുന്നു. അതായത് ഹർജിക്കാർക്ക് ആശ്വാസകരമാകുന്ന നിലപാട് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് പറയേണ്ടി വരും. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു, സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായി കേന്ദ്ര സർക്കാർ ഉയർത്തിക്കാട്ടിയ ചില വകുപ്പുകളുണ്ട്. പ്രത്യേകിച്ച് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ഭൂമി തർക്കങ്ങളിലേക്ക് വരുന്നു. അതിലൊരു പരാതി വരുമ്പോൾ തന്നെ ആ ഭൂമി വഖഫ് ഭൂമി അല്ലാതാകുന്നു. അത് കളക്ടറുടെ നിയന്ത്രണത്തിലേക്ക്, റവന്യൂ വകുപ്പിന്റെ നിയന്ത്രണത്തിലേക്ക് പൂർണ്ണമായി മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതിന് പൂർണ്ണമായ ഒരു സ്റ്റേയിലേക്ക് 3C എന്ന് പറയുന്ന ആ വകുപ്പ് പ്രധാനമായും സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇനി അത് ഈ തരത്തിലുള്ള കേസുകൾ നടക്കുന്ന അല്ലെങ്കിൽ ഈ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന സമയത്തും അതിന്റെ പരിശോധന നടക്കുന്ന സമയത്തും വഖഫ് ഭൂമിയായി തന്നെ തുടരും. നേരത്തെ അത് സർക്കാരിലേക്ക് മാറുന്ന തരത്തിലേക്കാണ് ചില വ്യവസ്ഥകൾ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് മുസ്ലിമായി 5 വർഷമെങ്കിലും മുസ്ലിമായി 5 വർഷം ഇരുന്ന ശേഷം മാത്രമേ, തുടർന്ന ശേഷം മാത്രമേ വഖഫ് സ്വത്തിന് അവകാശമുണ്ടാകൂ എന്ന തരത്തിലുള്ള ഒരു ഭേദഗതി കൂടി ഉണ്ടായിരുന്നു ഇതിന്റെ അകത്ത്. അതും സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നു. അത് ബാധകമല്ല എന്നുള്ളതാണ് പറഞ്ഞത്. മറ്റൊന്ന്, വഖഫ് ബോർഡിലും വഖഫ് കൗൺസിലും അംഗങ്ങളാകുന്ന അമുസ്ലിങ്ങളുടെ എണ്ണങ്ങൾ സംബന്ധിച്ചായിരുന്നു. 2-ലധികം ആളുകൾ എന്നത് മാത്രമായിരുന്നു. എത്ര പേരെ വേണമെങ്കിലും കേന്ദ്ര സർക്കാരിനോ ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്കോ വെക്കാവുന്ന ഒരു വ്യവസ്ഥ കൂടി ഈ ഭേദഗതിയിൽ ഉണ്ടായിരുന്നു. അതിനും ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. അത് എണ്ണം കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. 3-ലധികം ആളുകൾ അമുസ്ലിങ്ങളായി വഖഫ് ബോർഡിലോ കൗൺസിലോ പാടില്ല നിലപാട് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. നേരത്തെ ഇതിൽ ഏറ്റവും സുപ്രധാനം നേരത്തെ സൂചിപ്പിച്ച തന്നെയാണ്. പല ജുമാ മസ്ജിദുകളുമായി ബന്ധപ്പെട്ടടക്കം തന്നെ ഉയർന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് തർക്കങ്ങൾ ഉണ്ടാകുന്നു. ആ സമയത്ത് തന്നെ അത് സർക്കാരിന്റെ നിയന്ത്രണത്തിലേക്ക് അതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ, ക്രയവിക്രയങ്ങളെല്ലാം തന്നെ മാറുന്നു എന്നുള്ളതാണ്. അതിന് ഒരു തടയിട്ടിരിക്കുന്നു. അത് വഖഫ് ഭൂമിയായോ സ്വത്തായി തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഭാഗമായി തന്നെയാണ് ജില്ലാ കളക്ടർ അധികാരത്തിൽ തന്നെയാണ് ഈ ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, മുസ്ലിം അല്ലാത്തവരെ പൂർണ്ണമായും ഉൾപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതിനും ഈ ഹർജിക്കാർ ഉന്നയിച്ച കാര്യങ്ങൾക്ക് ഒരു ആശ്വാസം വന്നിരിക്കുന്നു. ഇത് ഇടക്കാല ഉത്തരവ് മാത്രമാണ്. ഇതിന്റെ ഭരണഘടനാ സാധ്യത അടക്കമുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ ഒരുപക്ഷെ ഭരണഘടനാ ബെഞ്ചിലേക്ക് തന്നെ കാര്യങ്ങൾ പോയേക്കാം. ഈ മറ്റു വിഷയങ്ങൾ പിന്നീട് പരിഗണിക്കാം. ഇപ്പോൾ ഈ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ പരിഗണിക്കാം എന്നുള്ളതായിരുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പ്രധാനപ്പെട്ട ഉത്തരവ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ശ്രീകാർത്തിക, ശരി, വളരെ സുപ്രധാനമായ ഒരു വിധി എന്ന് തന്നെ പറയാം. വഖഫ് നിയമ ഭേദഗതിയിൽ ഭാഗിക സ്റ്റേ ഉണ്ടായിരിക്കുന്നു. ഹർജിക്കാർ ഉന്നയിച്ച പ്രധാന വാദങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ് കോടതി. വഖഫ് ബോർഡിൽ 3-ൽ കൂടുതൽ അമുസ്ലിമായവർ പാടില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞിരിക്കുകയാണ്. കെ പ്രശാന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.